റോഡരികിലെ പന്നികളുടെ വാസകേന്ദ്രങ്ങളെ ഇല്ലാതാക്കി യുവാക്കൾ. കൊല്ലങ്കോട് ടൗണിൽ നിന്നും തറപ്പാടം, പുലിക്കോട്, പൊരിച്ചോളം എന്നിവിടങ്ങളിലേക്കുള്ള റോഡരികിലെ പാഴ്ചെടികളാണ് ശുചിയാക്കിയത്. ചെടികൾ വളർന്ന പന്നികളുടെ വാസകേന്ദ്രമായി. ഇത് വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ദുരിതമായി. കഴിഞ്ഞ ഒരു മാസത്തിനിടെ പന്നികൾ തട്ടി 4-ലധികം അപകടങ്ങൾ ഉണ്ടായിട്ടും നടപടി വൈകുന്നതിനെതിരെയാണ് RD പുലിക്കോടൻസ് ക്ലബ്ബിലെ 40-ലധികം വിദ്യാർത്ഥികളും യുവാക്കളും കാട് വെട്ടിത്തെളിക്കുവാനും പുല്ലുവെട്ടുവാനും ഇടയാക്കിയത്. കഴിഞ്ഞ 7 വർഷത്തിലധികമായി മഴക്കാലം കഴിയുന്നതോടെ റോഡരികിലെ പുല്ലുവെട്ടുന്നത് പ്രദേശത്തെ യുവാക്കളാണ്. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്ത് തിരിഞ്ഞു നോക്കാത്തതിനാലാണ് ഇത്തവണയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പുല്ലുവെട്ടാനെത്തിയത്. ഈ ചെറിയ പയ്യന്മാരൊക്കെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് ഞങ്ങളും കയ്യിൽ നിന്ന് പൈസ ഇട്ട് ഏരിയ പിരിവൊക്കെ പിരിച്ചിട്ട് പോലും തികയാതെ വരുന്ന ഒരുപാട് ഘട്ടങ്ങൾ ഞങ്ങൾക്ക് ഈ പുല്ല് വെട്ടുന്നതിലൂടെ കുളം നേരെയാക്കുന്നതിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് ഘട്ടങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഇന്നേ വരെ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു സഹായമോ ഒന്നും ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ചുള്ളിയാർ കനാലിന്റെ വശങ്ങളിലുള്ള റോഡിലെ കാടുപിടിച്ച പ്രദേശത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് തെരുവ് നായ്ക്കളുടെ ശല്യത്തിനും കാരണമായി. പഞ്ചായത്ത് അധികൃതർ അടിയന്തരമായ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നിരവധിയായ കാട്ടുപന്നികളും അതുപോലെ തന്നെ തെരുവ് നായ്ക്കളും ഉള്ള ഒരു പ്രദേശമാണ്. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. എല്ലാ വർഷവും ഇതുപോലെ കാട് പിടിച്ചിരുന്ന സ്ഥലം RD പുലിക്കോടൻസ് പറയുന്ന ഇവിടുത്തെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ സഹോദരന്മാരാണ്, ചുടക്കുട്ടികളാണ് ഇവിടുത്തെ പുല്ലുകളെല്ലാം വെട്ടി വൃത്തിയാക്കുന്നത്. എല്ലാ വർഷവും ഇതുപോലെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ പഞ്ചായത്ത് ചെയ്യേണ്ട പണികൾ പഞ്ചായത്ത് കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ട് ഈ കൊച്ചു കുട്ടികൾ അവർ തന്നെ ഇറങ്ങി ചെയ്യേണ്ട ഒരു ഗതികേടിലെത്തിയിരിക്കുകയാണ്. RD പുലിക്കോടൻസ് ക്ലബ്ബിലെ G ബിബിൻദാസ്, V വാസു, K ഉണ്ണികൃഷ്ണൻ, K പ്രണവ്, K ഗിരീഷ് കണ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ യുവാക്കൾ കുറ്റിക്കാടും പുല്ലുമേടുകയും വെട്ടുന്നതിന് നേതൃത്വം നൽകി.